അപ്പോൾ ഞങ്ങൾ കർണാടക പോയിട്ട് തിരിച്ചു വന്നത് കണ്ണൂർ വഴിയാണ്. അപ്പോൾ കണ്ണൂർ വഴി വരുമ്പോൾ നമ്മൾ പെറ്റ് സ്റ്റേഷനിലും കൂടി ഒന്ന് കയറി. ഇത് കണ്ണൂർ മാട്ടൂൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ പെറ്റ് സ്റ്റേഷൻ ഉള്ളത്. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. ഇത് നല്ല സുന്ദരിയായിട്ടുള്ളൊരു കുള്ളൻ കുതിരയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കുതിരേനെ കാണുന്നത്. അതിൻ്റെ വാലൊക്കെ ഇങ്ങനെ നല്ല സിൽക്കി ആയിട്ട് നല്ല 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 രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കുള്ളൻ പശു. ഈ കുള്ളൻ പശുവിൻ്റെ പ്രത്യേകതയുണ്ട് കേട്ടോ. അത് വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മാത്രം ജീവിക്കുന്നു എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. വൃത്തിയില്ലെങ്കിൽ അത് ജീവിക്കില്ല, പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നതാണ് കേട്ടോ അത് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒട്ടകത്തിൻ്റെ വായ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കെട്ടി ചിലർ ബാസ്ക്കറ്റ് കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് അത് കടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള കുരങ്ങൾ കാണുന്നത്. ഞാൻ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കുരങ്ങളൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ കാണാൻ നല്ല രസമുണ്ടെങ്കിലും വളരെ എക്സ്പെൻസീവ് ആണെന്നാണ് പറയുന്നത്. കുഞ്ഞാവൻ കാണാൻ ഓടിപ്പോയി ഇങ്ങനെ തിരക്കിട്ട് കാണാൻ പോകുന്നത് ആരെന്ന് കാണണ്ടേ. അതുകൊണ്ടില്ലേ നായ്കളുടെ വെറൈറ്റീസ് ആയിരുന്നു. പിന്നീട് പലതരം നായ്കളുണ്ടായിരുന്നു. കുഞ്ഞാക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. പട്ടികളെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ പിറകോട്ട് ചാടിയത് കേട്ടോ കുഞ്ഞാവ. നായിനെ ഭയങ്കര പേടിയാണ് അവർക്ക്. പിന്നെയുള്ളത് ഇവിടുത്തെ വേറൊരു ആകർഷണം എന്ന് പറയുന്നത് മീനുകളാണ്. അപ്പോൾ ഇഷ്ടംപോലെ കോഴിക്കാർപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഫുഡ് നമുക്ക് കൗണ്ടറിൽ നിന്ന് തന്നെ തരും. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ടാണ് നമുക്ക് കൊടുക്കേണ്ടത്. വേറെ പുറത്തുനിന്ന് ഫുഡൊന്നും കൊണ്ടുവന്നിട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനെ പിന്നെ ഇവിടെ നമ്മൾ കണ്ടതും കാണാത്തതും കാണേണ്ടതുമായ കുറേ ജീവികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്നിൻ്റെയും പേരൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കുറേ തരം എലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ തരത്തിലുള്ള എലികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് മെക്സിക്കോ ഇത് എന്ത് ജീവിയാണെന്ന് എനിക്കൊരു പിടിയിട്ടില്ല കേസ്. എനിക്ക് തോന്നുന്നത് സ്ക്വിറലാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ അതിനേക്കാളും വലിപ്പമുണ്ട്. സാധാരണ സ്ക്വിറലൊന്നല്ല. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ പെറ്റ് സ്റ്റേഷനിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.